ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല വസ്ത്രത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്തദാസന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി കർത്താവ് നമ്മുടെ മേൽ ചൊരിയട്ടെ. കഴിഞ്ഞ ഒരാഴ്ച കൂടെ ഈ ഭൂമി ജീവിപ്പാൻ ദൈവം നമുക്ക് സാവകാശം നൽകി, ആയുസ്സിനെ ദീർഘമാക്കി, ആരോഗ്യം നൽകി, സ്വസ്ഥത, സമാധാനം, ഈ ഭൂമി ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം കർത്താവ് നമുക്കൊരുക്കി തന്നു. ഇന്ന് പകൽ വീണ്ടും ദൈവസന്നിധി നാം ആയിരിക്കുന്നത് ഏറ്റവും സന്തോഷത്തിനും ആശ്വാസത്തിനും കാരണമാകേണ്ടതിന് ഏറിയ പ്രാർത്ഥനയോടെ വേഗത്തിൽ തന്നെ നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 107 സങ്കീർത്തനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ആ ചിന്തയുടെ ഒരു തുടർ ചിന്ത ഇന്ന് പകൽ ദൈവമക്കളോട് പങ്കുവച്ചതിൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതിൻ്റെ 23 വാക്യം തന്നെ പ്രാരംഭത്തിലൊന്ന് വായിക്കാം. മതി. കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവെള്ളത്തിൽ വ്യാപാരം ചെയ്തവർ. കപ്പലിലുള്ള ഓട്ടം, പെരുവെള്ളത്തിന്മേൽ വ്യാപരിക്കുന്ന ഒരു പ്രവൃത്തി, ആ ഭാഗമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കപ്പൽ കയറി ഓടിയ യോനായുടെ ചരിത്രം നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു. അതിൻ്റെ ഒരു അനുബന്ധം കൂടെ പറഞ്ഞ് പെരുവെള്ളത്തിന്മേൽ വ്യാപരിക്കുന്നതെന്ത്, ഇന്ന് പകൽ അതാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. പെരുവെള്ളത്തിന്മേൽ വ്യാപരിക്കുന്ന ശക്തി. വ്യാപരിക്കുക എന്ന് പറയുമ്പം ഒരു ശക്തി അതിൻ്റെ പുറകിലുണ്ട്. പെരുവെള്ളത്തിന്മേൽ നമുക്കറിയാം പിശാചിൻ്റെ ശക്തി വ്യാപരിക്കും, അപ്പോൾ തന്നെ ദൈവശക്തിയും വ്യാപരിക്കും. ജീവിതയാത്രയിൽ ചില കാറ്റ് അല്ലെങ്കിൽ പെരുവെള്ളം പോലെ ഉരച്ചു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി, അത് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പലപ്പോഴും ഈ പെരുവെള്ളത്തിൽ വ്യാപരിക്കുന്ന പലതിനെ കാണുമ്പോൾ ഭയം അവളി കയറുന്നു. അത് മാനുഷികമാണ്, സ്വാഭാവികമാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ കരം ചലിക്കും. നമുക്ക് വലിയ ബോധ്യമുണ്ടാകണം. നമുക്കെതിരായി വരുന്ന ചില ശക്തികളാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരം ചലിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കരം സർവശക്തിയുള്ളൊരു കരമാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നതാണ്. ആ കരം എൻ്റെ കൂടെ ഉണ്ട്, എന്നെ നടത്തും എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. ചെങ്കടലിൻ്റെ തീരത്തെത്തിയപ്പോൾ ദൈവത്തിൻ്റെ കരം അവിടെ ചലിച്ചു. ആ പെരുവെള്ളം അല്ലെങ്കിൽ അലയടിച്ച് കയറി വന്ന സമുദ്രം നിശ്ചലമായത് ദൈവത്തിൻ്റെ കരം ചലിച്ചപ്പോഴാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കണം, എൻ്റെ മാനുഷിക ബലഹീന ഭുജത്തോടൊപ്പം ദൈവത്തിൻ്റെ ബലമുള്ള മഹത്വമുള്ള ഭുജം വെളിപ്പെടുമ്പോൾ ചില അദൃശ്യ ശക്തികൾ എനിക്ക് നേരെ നടത്തുന്ന ചില വ്യാപാരങ്ങൾ നിശ്ചലമാക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിന് കഴിയും. ആ ശക്തി എന്നോടൊപ്പമുണ്ട്, ദൈവം എന്നോടൊപ്പമുണ്ട്. ആ ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. വേഗത്തിൽ ആ ചിന്തയിലൊക്കെ പ്രവേശിച്ച വാക്കുകൾക്ക് വിരാമം കൊടുക്കാമെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചല്ലോ യോനായുടെ യാത്ര. നിനവേൽ താൻ എത്തി, നിനവേൽ താൻ പ്രസംഗിക്കുന്നു. യോനായുടെ പുസ്തകത്തിലേക്ക് തന്നെ വേഗം വന്ന് ഒരു ചെറിയ ഭാഗം പറഞ്ഞ് അടുത്തൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നാലിൻ്റെ ഒന്നുകൂടെ വായിച്ചു മതി. നമുക്കതിൻ്റെ മുകളിൽ ഒരു വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാമോ? 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. അടുത്തു മതി. അടുത്തോടെ ഒന്ന് വായിച്ചാലേ. മതി. അങ്ങനെയെങ്കിൽ
നിനവയിൽ നടന്നൊരു മാനസാന്തരം. 7-ാം വാക്യത്തിൽ 7-8 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, യോനായുടെ പ്രസംഗം ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ഒരു ദീർഘപ്രഭാഷണമുള്ള ഒറ്റ വാക്കേ ഉള്ളൂ. 40 ദിവസം കഴിയുമ്പോൾ ദൈവം ഈ ദേശത്തെ നശിപ്പിക്കാൻ പോകുന്നു. ഇത് ഓരോ കവലയ്ക്കും പോയി നിന്ന് പറയുന്ന പരസ്യോഗ പ്രസംഗത്തിൻ്റെ, യോനായുടെ പ്രസംഗത്തിൻ്റെ ആ 2-3 വാക്കതാ. ദൈവം തന്നോട് പറഞ്ഞ് അതേ പറയാൻ പറഞ്ഞിട്ടുള്ളൂ, താനത് പറയുന്നു. ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആൾക്കാർ അടുക്കത്ത് കൂടും. എന്തോ ആ തെളിവ്? കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ, ഒന്നുകൂടെ പറയുന്നു, എന്നെ കണ്ടാൽ മതി, ഞാൻ ദൈവത്തെ അനുസരിക്കാഞ്ഞതിൻ്റെ ഫലമാണ് ഈ അവസ്ഥ. ഇത് കേട്ടപ്പോൾ ജനം മാനസാന്തരപ്പെട്ടു. വാർത്ത രാജാവിൻ്റെ ചെവിയിലെത്തി. രാജാവ് കൊടുത്ത കൽപ്പന വളരെ ഭയങ്കരമാണ്. നമ്മളാരും ഇങ്ങനത്തെ ഉപവാസം ഉപവസിച്ചിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പദം നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കാണുന്നു. മൃഗങ്ങൾ പോലും എന്തോ ചെയ്യുക? ഉപവസിക്കുക. അവിടെ ഒരു 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തുനിന്ന് വായിച്ചല്ലോ. ആ ആ ആ മെയ്യേ അവിടെ പറഞ്ഞു 3 ദിവസത്തേക്ക് ഉപവാസമാണ്. നമ്മൾ പറയും രോഗമുള്ളവർ, കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കും. പക്ഷെങ്കിൽ ഇവിടെ അവരെ മാത്രമല്ല, മൃഗങ്ങൾ പോലും എന്ത് ചെയ്തില്ലേ? ആ ഉപവാസത്തിൻ്റെ കാഠിന്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇത് രാജാവിൻ്റെ കൽപ്പനയാണ്, ലംഘിക്കാനൊക്കത്തില്ല. ആടിന് വെള്ളം കൊടുക്കണ്ട, പശുവിന് തീറ്റി കൊടുക്കണ്ട, അതിനെ ഉപവസിപ്പിക്കുക. അതെന്തൊരു ഉപവാസമാണ്! എന്താണേലും ഈ ഉപവാസത്തിൻ്റെ മുമ്പിൽ ദൈവം 10-ാം വാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നിട്ട്, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ആ മതി. ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ഇവരുടെ ഉപവാസം, മാനസാന്തരം, 3 ദിവസമായിട്ടുള്ള ദൈവത്തോടുള്ള നിലവിളി, പ്രാർത്ഥന. ഇവരിപ്പോൾ വാസ്തവമായി വിളിക്കുന്നത് ജീവനുള്ള ദൈവത്തെ തന്നെയാണ്. അവർ എന്തൊക്കെയോ ആരാധിച്ചു വന്നിരുന്നെങ്കിലും യോനായുടെ അനുഭവം വന്നതോടുകൂടെ അവർ യഥാർത്ഥ സത്യദൈവത്തെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ, ഇവരുടെ മാനസാന്തരം കണ്ടപ്പോൾ, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവത്തിന് ബോധ്യമായപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിനവെ നശിപ്പിക്കത്തില്ല. വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നശിപ്പിക്കും. ന്യായവിധിയുടെ ദൂത് ദൈവം കൊടുത്തപ്പോൾ ആ ദൂതിൻ്റെ മുമ്പിൽ മാനസാന്തരപ്പെടാൻ ഒരു വ്യക്തി തയ്യാറാകുമെങ്കിൽ ദൈവം പറഞ്ഞ വാക്കിനെ ദൈവം മാറ്റും. അപ്പം ദൈവം വാക്ക് മാറുമോ എന്ന് ചോദിക്കാം. ദൈവത്തിൻ്റെ വാക്ക്, നീ മാനസാന്തരപ്പെടുക, നീ മടങ്ങി വരിക, ദുർമാർഗം വിട്ടുതിരിയുക. ഇത് ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, ഇത് ദുർമാർഗം വിട്ടു തിരിഞ്ഞില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിപ്പിക്കാൻ പദ്ധതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. പക്ഷെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടത് കൊണ്ട്, ദുർമാർഗം വിട്ടുതിരിഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങളെ നശിപ്പിക്കത്തില്ല എന്ന് ദൈവം പറഞ്ഞു. ദൈവം ആ ദേശത്തെ നശിപ്പിച്ചില്ല. ഈ അടുത്ത ഭാഗമാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പം 4:1 വായിക്കുമ്പോൾ, ആ മതി. അങ്ങനെയൊക്കെ യോനായ്ക്ക് ഇഷ്ടക്കേട് വന്നത് എന്തുവാ? നശിപ്പിക്കാഞ്ഞതിപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. യോന എന്തുവാ പറഞ്ഞ? നശിക്കും, നശിപ്പിക്കും. പക്ഷെ ദൈവം പറഞ്ഞത് നമ്മളെപ്പോഴും ഓർക്കണം, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. ഇല്ല എങ്കിൽ ഞാൻ ശിക്ഷിക്കും. മടങ്ങി വന്നാൽ ദൈവം ശിക്ഷിക്കത്തില്ല. മാനസാന്തരപ്പെട്ട ദൈവം ശിക്ഷിക്കത്തില്ല. ചിലപ്പോൾ ചില പ്രവാചകന്മാരിലൂടെ, ദൈവദാസന്മാരിലൂടെ ദൈവം ശക്തമായ ദൂത് കൊടുക്കുമ്പോൾ, അനർത്ഥത്തിൻ്റെ ദൂത് കൊടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥന, അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങി വരിക, ഉപവസിക്കുക എന്നൂടൊരു ആഹ്വാനം ചെയ്യുമ്പോൾ, ഉപവസിക്കുവാനും മാനസാന്തരപ്പെടാനും മടങ്ങി വരാനും ഒരു വ്യക്തി തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ളവരെ നശിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയില്ല. ദൈവം നോക്കുന്നത് മടങ്ങി വന്നില്ലെങ്കിൽ അവരെ നശിപ്പിക്കും. പക്ഷെ മടങ്ങി വരുന്നവനെ ദൈവം നശിപ്പിക്കത്തില്ല. പക്ഷെങ്കിൽ ഇവിടെ ആ ഭാഗം നമ്മൾ ശരിക്കും മനസ്സിരുത്തി പഠിച്ചാൽ കാണാൻ കഴിയുന്നത്, ഇത് യോനായ്ക്ക് അത്യന്തമനിഷ്ടമായി. ഇവർ മാനസാന്തരപ്പെട്ടപ്പം ദൈവം ഇവരെ നശിപ്പിക്കുന്നില്ല. അങ്ങനെ യോന പോയത് എന്തിനാ? ഇവരുടെ നാശം കാണാനാ. 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, ദേശം വിട്ടോടുക, ദൈവസന്നിധി വിട്ടോടുക. കാരണം ഞാൻ അവിടെ പോയി ദൂത് പറയത്തില്ല, ഞാൻ അവരോട് മാനസാന്തരത്തിൻ്റെ സന്ദേശം കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞ അഥവാ ഇവർ മാനസാന്തരപ്പെട്ടാൽ അവർ നല്ല നിലയിൽ എത്തുമല്ലോ, ഇവൻ നശിക്കണം എന്നുള്ള ചിന്തയാണ് യോനയുടെ ഉള്ളിൽ. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് ഓടിപ്പോക്കോട്ടെ. എത്ര അനർത്ഥം നമുക്ക് ആ യോനയെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ, പ്രവാചകന് ദൈവത്തിൻ്റെ ആലോചനയുണ്ട്, കാര്യമൊക്കെ ശരിയാണെങ്കിലും ഇങ്ങേരെ ആള് ശരിയല്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല. മറ്റൊരാളുടെ മാനസാന്തരം ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. അഥവാ എന്നെ ഉപദ്രവിച്ചൊരുത്തൻ രക്ഷപ്പെടുന്നത് എനിക്കിഷ്ടമല്ല.
മറ്റൊരാളുടെ മാനസാന്തരം ഇഷ്ടപ്പെടാത്ത പ്രവാചകൻ. ഇനിയും അതിൻ്റെ ഫലമായിട്ട് തനിക്ക് കിട്ടിയ ശിക്ഷ നമ്മൾ കണ്ടല്ലോ. യോനായുടെ അടയാളം എന്ന് യേശു കർത്താവ് പറയത്തക്ക പോലെ ദൈവം ഒരു അടയാളം കൊടുത്തിട്ടും ഇപ്പോഴും ആരും മാനസാന്തരപ്പെട്ടിട്ടില്ല. നമ്മൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചോണം. ഈ പ്രസംഗം കേട്ട് നാട്ടുകാർ മാനസാന്തരപ്പെട്ടു, പക്ഷെങ്കിൽ പ്രസംഗിച്ച പാസ്റ്റർ മാനസാന്തരപ്പെട്ടില്ല. ഇത് അവന് അത്യന്തം തീർന്നില്ല. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അവന് കോപം വന്ന് ആരോടാ? ദൈവത്തോട്. ദൈവം പറയുന്ന വാക്കുകൂടെ ഒന്ന് വായിച്ചു കേട്ടോ. ഇനി 4-ാം വാക്യം ഒന്ന് വായിച്ചോ. നീ കോപിക്കുന്നത് മതി. ആ ഭാഗം കൂടെ പറഞ്ഞ മുന്നോട്ട് പോവാം. ദൈവത്തോട് കോപിച്ചു. ദൈവം ചോദിച്ചു, നീ എന്തിനാ കോപിക്കുന്നത്? ഞാൻ കോപിക്കും, എൻ്റെ സ്വഭാവമാണ്. എന്നോട് പറഞ്ഞോട്ടെ, ഇപ്പോഴും ഇദ്ദേഹം എന്തായിട്ടില്ല? മാനസാന്തരപ്പെട്ടിട്ടില്ല. ദൈവത്തെ അറിയാത്ത താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ 1,20,000 ചില്ലുവാനം ജനങ്ങൾ, ഇടം കൈ വലം കൈ തിരിച്ചറിയാത്തവർ എന്ന് പറയുമ്പോൾ, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്തെന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ്, തിരിച്ചറിവില്ലാത്തവർക്കാണ്. നമ്മളൊക്കെ വീട്ടിൽ ചെന്നപ്പം കൊച്ചു കുഞ്ഞിനോട് കൈ കൊടുക്കാൻ പറഞ്ഞാൽ കുഞ്ഞ് ചിലപ്പം കൈ നീട്ടുന്നത് ഇടത്തെ കൈയാണ്. അപ്പം അപ്പനും അമ്മയും എന്തോ പറയും? മോനെ, ആ കൈയല്ല. എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ഒരാൾക്ക് കൈ നീട്ടിയാൽ നമ്മളേതാ കൊടുക്കത്തുള്ളൂ? വലം കൈയെ കൊടുക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇടം കൈ വലം കൈ തിരിച്ചറിയാത്തെന്ന് പറഞ്ഞാൽ തിരിച്ചറിവില്ലാത്ത ആ മനുഷ്യർ മാനസാന്തരപ്പെട്ടു. എന്നിട്ട് പറഞ്ഞോട്ടെ, ദൈവത്തിൻ്റെ പ്രവാചകൻ മാനസാന്തരപ്പെട്ടില്ല. അല്ലെങ്കിൽ ഞാനൊരു വാക്കുകൂടെ പറഞ്ഞോട്ടെ, യോനായുടെ പുസ്തകം ശരിക്കും പഠിച്ചാൽ നിനവയുടെ മാനസാന്തരം അല്ല അവിടെ വലുത്. യോനായുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ദൈവം യോനയെ അങ്ങോട്ട് അയച്ചത്. ദൈവം ആ മനുഷ്യനെ അവിടേക്ക് അയച്ച വേഗത്തിൽ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ താനൊരു കുടില് കെട്ടി, അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു ടെൻ്റ് അടിച്ച് ഈ നഗരത്തിന് എന്തോ സംഭവിക്കുമെന്ന് കാണാൻ കാത്തിരിക്കുക. തൻ്റെ പ്രവചനം എന്തോ? 40 ദിവസത്തിന് ശേഷം നിനവേ പട്ടണം നിർമൂലമാകും. ദൈവം പറഞ്ഞു, കുഞ്ഞെ ഞാൻ നശിപ്പിക്കത്തില്ല. പക്ഷെ ഇവൻ പിന്നെയും കൂടാരമടിച്ച് അല്ലെങ്കിൽ ടെൻ്റ് അടിച്ച് അവിടെ കാത്തിരിക്കുന്നത് ഈ പട്ടണത്തിൻ്റെ നാശത്തിനു വേണ്ടി. ഓലയോ പുല്ലോ എന്തെങ്കിലും കൊണ്ട് അവനൊരു കുടിലുണ്ടാക്കി താമസിച്ച് വെയിൽ മൂത്തപ്പോൾ ഈ കുടിൽ അല്ലെങ്കിൽ ഈ പുല്ല് ഉണങ്ങിയപ്പോൾ ചൂടടിക്കാൻ തുടങ്ങി. ഒന്ന് ഓർത്ത് നോക്കണം. ഞാൻ ഓർപ്പിച്ചല്ലോ, ശരീരത്ത് തൊലിയില്ല, അത് മുഴുവൻ രുകിപ്പോയി, തലയിൽ മുടിയില്ല. ഈ ചൂടത്ത് യോന കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് ദൈവം ഒരു ആവണക്കിനെ അവിടെ കൽപ്പിച്ചുണ്ടാക്കി. ഒറ്റ ദിവസം കൊണ്ട് വളർന്നു വന്നൊരു വൃക്ഷം. യോനായ്ക്ക് തണലായപ്പം യോന പറഞ്ഞു, സ്തോത്രം കർത്താവേ, ഇതിൻ്റെ നാശം കാണാൻ വേണ്ടി എനിക്ക് ഒരുക്കി തന്ന ആവണക്കിനായി. പിറ്റേ ദിവസം ദൈവം തീരുമാനിച്ചു, ഇവൻ ഇപ്പോഴും മാനസാന്തരപ്പെട്ടില്ല, ഒരു പുഴുവിനെ വിട്ടു, ഒറ്റ കുത്ത തീർന്നു. ആവണക്കൊറ്റ ദിവസം കൊണ്ട് വീണ്ടും ദൈവത്തോട് കോപിക്കും. ആ വാക്യം ഒന്ന് വായിക്കാമോ? അതിൻ്റെ 7-ാം വാക്യം വായിച്ചേ. ആ ആ ആ ആ ഇനിയും 9-ാം വാക്യം കൂടെ വായിച്ചു. ദൈവം യോനായോട് ഒരു വിട്ടു നിർത്തണേ. അപ്പോൾ ഇപ്പം യോന വീണ്ടും ദൈവത്തോട് കോപിക്കുക. എന്തിൻ്റെ പേരില്ല? ദൈവമേ, ഇതിനെ എന്തിനാ ഉണക്കിക്കളഞ്ഞ്? ഇവൻ ചോദിച്ചിട്ടാണോ ദൈവം ഈ ഉണക്ക് കൊടുത്തത്? അല്ല. ഈ പലപ്പോഴും നമ്മളെ ഒന്ന് പരിശോധിച്ചോണം. ഈ യോനായുടെ അല്ല, ഞാൻ ഈ യോനയെക്കുറിച്ച് പറയുമ്പോൾ യോനയെ പറയാനല്ല, ഈ യോനായിലൂടെ നമ്മളെ ഒന്ന് കാണണം. ചോദിക്കാത്ത ഒത്തിരി നന്മയൊക്കെ ദൈവം തരും. ചിലപ്പോൾ ദൈവം ഒരു ദിവസം എടുത്ത് മാറ്റിയെന്നിരിക്കും. നന്മ കിട്ടുമ്പോൾ സ്തോത്രം പറയത്തില്ല, പക്ഷെ പോയാലെന്തോ പറയും. എന്താ മിണ്ടാത്തത്? യോനയുടെ കാര്യമല്ലേ പറയുന്നത്, നമ്മളെക്കുറിച്ചല്ലല്ലോ. നമുക്കതുണ്ടെങ്കിൽ നിങ്ങൾ മൗനമായിട്ടിരുന്നു. യോന ചോദിക്കാതെ ദൈവം ആവണക്കിനെ കൊടുത്തത്, അവന് തണലായിട്ട് കൊടുത്തു. പക്ഷെങ്കിൽ ആ ആവണക്ക് കിട്ടിയപ്പോൾ ഇവന് വലിയ സ്തോത്രവും അല്ലെലുകയും ആരാധനയൊന്നുമില്ല. പക്ഷെ പോയി കഴിഞ്ഞപ്പം ദൈവത്തോട് കോപിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്ക് അങ്ങനെയാണല്ലോ. ദൈവം യോനായോട് ആവണക്ക് നിമിത്തം വായിച്ചു. അടുത്ത വാക്കും കൂടെ ഒന്ന് വായിച്ചേ. ഇവിടെ ന്യായം കേട്ടോ. ദൈവം ചോദിച്ചു, യോനായെ
നിനക്കൊരു മുടക്കുമില്ല, നീ ഒന്നും ചെയ്തിട്ടല്ല. നിന്റെ കഷ്ടപ്പാട് കണ്ട് നിന്റെ തലേ വെയിലടിക്കുന്ന കണ്ടിട്ട് എനിക്ക് മനസ്സെൽവി തോന്നി ഞാനൊരു ആവണക്കിനെ കൽപ്പിച്ചതാണ്. അതിനെ കുത്തിക്കളഞ്ഞൊരു പുഴു വന്ന് കുത്തി. അതിൻ്റെ പേര് നീ ഇത്രയും കിടന്ന് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? കർത്താവേ ക്ഷമിക്കണമേ എന്നല്ല പറയുന്നത്, പകരം പറയുന്നതോ ഞാൻ ചാകുന്നവരെ കോപിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സ്വഭാവം, ഞാൻ മാനസാന്തരപ്പെടുത്തൊന്നുമില്ല, ഞാൻ സ്വഭാവമൊന്നും മാറ്റാൻ പോകത്തില്ല. പക്ഷെ മറ്റുള്ളവരോട് ഞാൻ പറയും നീ മാനസാന്തരപ്പെട. പെന്തിക്കോസുകാരുടെ ഒരു നേർപ്പതിപ്പാത്. നാട്ടുകാരോടല്ല നമ്മളെന്താ പറയും? നമ്മളോ ഞാൻ ജീവപര്യന്തം ഇങ്ങനെ തന്നെ പോവും, എനിക്ക് മാറ്റമൊന്നും. യോനായ ദൈവം പറഞ്ഞു വിടുന്ന ഭാഗമൊക്കെ നമുക്കറിയാമെന്നുണ്ട്. ഞാൻ അവിടെ ഇറങ്ങാതെ പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കാം. അവസാന വാക്യത്തിലാണ് പറയുന്നത്, നീ അധ്വാനിച്ചുണ്ടാക്കാത്ത ചിലത് നഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് ദുഃഖം വന്നെങ്കിൽ 1,20,000 ചില്വാനം ജനങ്ങൾ നാശത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്, എനിക്ക് വേദനയുണ്ട്. ഇതാണ് ദൈവത്തിന് യോനായോട് പറവാനുള്ള ദൂത്. ദൈവമക്കളെ, ഞാൻ ആ ഭാഗം തൽക്കാലം ഒന്ന് അവസാനിപ്പിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ. ഈ കപ്പൽ കയറി ഓടിയവൻ്റെ ജീവിതത്തിൽ വന്ന കെടുതികൾ, ബുദ്ധിമുട്ടുകൾ, ദൈവം അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പാടുപെട്ട പ്രയാസങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വ്യക്തമായിട്ട് നമ്മൾ ഓർക്കണം, സമുദ്രത്തിൽ വ്യാപാരം ചെയ്ത ദൈവം അയച്ച ചില കാറ്റ്. ഞാൻ ആ ഭാഗത്ത് ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് അവിടെ അവസാനിപ്പിക്കാം. ദൈവത്തെ അനുസരിക്കാൻ തൻ്റെ സകല സൃഷ്ടികളും തയ്യാറാണ്. ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുമ്പം കാണാൻ കഴിയുന്നുണ്ട്, ദൈവം കൽപ്പിച്ചിട്ടൊരു കാറ്റ് ചെന്നു. അങ്ങനെയെങ്കിൽ കാറ്റ് ദൈവത്തെ അനുസരിച്ചു. ആ കാറ്റിൻ്റെ ശക്തി കടലിലേക്ക് അടിച്ചപ്പോൾ കടൽ ദൈവത്തെ അനുസരിച്ചു. യോനായെ വിഴുങ്ങാൻ ദൈവം കൽപ്പിച്ചപ്പോൾ ഒരു തിമിംഗലം അതനുസരിച്ചു. ഒറ്റ ദിവസം കൊണ്ട് വളർന്നു വരുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ ഒരാവണക്കനുസരിച്ചു. കുത്തിക്കളയാൻ പുഴുവിനോട് പറഞ്ഞപ്പോൾ പുഴു അനുസരിച്ചു. ഇതെല്ലാം അനുസരിച്ചു. ഇപ്പം അനുസരിക്കാത്തതാരാ? ദൈവത്തിൻ്റെ പ്രവാചകന. ദൈവത്തെ ആർക്കും അനുസരിക്കാം, പക്ഷെങ്കിൽ അല്പം കൂടെ ദൈവമക്കളെ ഗൗരവത്തോടെ നമ്മളെ ഒന്ന് കാണണം. ദൈവത്തിൻ്റെ ക്ലോസ് എന്ന് പറയുന്ന നമ്മൾ അനുസരിക്കാറുണ്ടോ? യെസ്, ഹല്ലേലൂയ. സകല സൃഷ്ടികളും ദൈവത്തെ അനുസരിക്കും. ഇനിയും ദൈവത്തോട് ഒത്തിരി അടുപ്പമില്ല, നമ്മൾ പല പേരിൽ വിളിക്കുന്ന പലരും ദൈവത്തെ അനുസരിക്കുമ്പോൾ പോലും ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ എന്ന് ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മളെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. കർത്താവേ, ഞാൻ അങ്ങേ അനുസരിക്കാറുണ്ടോ? അതോ ചില നന്മ നഷ്ടപ്പെടുമ്പോൾ ദൈവം ഞാൻ ചോദിക്കാതെ തന്നതുപോലും എന്നിൽ നിന്ന് പെട്ടെന്ന് മാറ്റപ്പെടുമ്പോൾ ഞാൻ കോപിക്കാറാണോ? ആ കോപത്തെ ദൈവം എനിക്കൊന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെയും ഞാൻ കോപിക്കും, ഞാൻ മാറത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും എന്നാണോ പറയുന്നത് എന്ന് നമ്മളെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്ക് മാനസാന്തരം ആവശ്യമുള്ളിടത്ത് മാനസാന്തരം തരണം. കർത്താവേ, എൻ്റെ ജീവിതയാത്രയിൽ, ആ കപ്പൽ യാത്രയിൽ വന്ന നേരിട്ട ദുരിതങ്ങൾ മുഴുവൻ എന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് തരണമേ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അതിനിട വരുത്തട്ടെ. ഞാനൊരു ഭാഗം കൂടെ വായിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ വന്നിട്ട് മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം വായിച്ചോളൂ. ആ പാരഗ്രാഫ് തുടങ്ങുന്നതിനൊന്ന് വായിക്കാമോ? അല്ലല്ല, ആ പാരഗ്രാഫ്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ 22-ാം വാക്യമാണ് ഉദ്ദേശിച്ചത്. ഒന്നുകൂടെ വായിച്ചാൽ ആ വാക്യം 22 വായിച്ചാൽ. അവൻ ഉടനെ യേശു താൻ പുരുഷാരത്തെ അവിടെ അതാണ് മതി. ആ ചരിത്രം, അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവമാണ്. 5 അപ്പം കൊണ്ട് 5000 പേർ പോഷിപ്പിക്കപ്പെട്ട് ജനം പിരിഞ്ഞു പോകുന്ന സമയം, വീടുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നതാണ്. അതിൻ്റെ തൊട്ടുമുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ 5000 പുരുഷന്മാരായിരുന്നു എന്ന് തൊട്ട് മുകളിലത്തെ വാക്യത്തിലുണ്ട്. 22 വായിക്കുമ്പോൾ
പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടക് കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. വളരെ ഗൗരവത്തോടെ ആ ചിന്ത, ആ വാക്കുകൾ, വേദപുസ്തകത്തിൽ ഓരോ വാക്കിനും ഒത്തിരി പ്രാധാന്യമുണ്ട്. നിർബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോകാൻ മനസ്സില്ല. അക്കരയ്ക്ക് പോകാൻ മനസ്സില്ലാത്തൊരു ദൈവം എന്തോ ചെയ്തു? നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ആ യാത്രയെക്കുറിച്ച് നമുക്കറിയാം. കടലിന് അവരുടെ പടകിന് നേരെ കാറ്റടിച്ചു. 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം യേശു വരുന്നില്ല. ഏതാണ്ട് വെളുപ്പിനെ 3 മണിയായിട്ട് യേശുവിനെ കാണുന്നില്ല. പടകം മുങ്ങാൻ തുടങ്ങുന്നു. 4-ാം യാമത്തിൽ ഈ തിരമാലകളെ കൽക്കീഴാക്കിക്കൊണ്ട് യേശു കർത്താവ് നടന്നു വരുന്നു. യേശുവിനെ കണ്ടിവർ പേടിച്ചു പോയി. ഭൂതമെന്ന് പറഞ്ഞു. പക്ഷേ യേശു പറഞ്ഞു, ഞാനാ, ഭൂതമല്ല. അവർക്ക് സന്തോഷമായി. പത്രോസ് യേശുവിനോടൊപ്പം നടന്നു. അതാണ് ആ പാരഗ്രാഫിൻ്റെ ചുരുക്കം. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ യാത്രയിൽ എന്തുകൊണ്ടാണ് കാറ്റടിച്ചത്? യേശു നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതല്ലേ? നിർബന്ധിച്ച് പറഞ്ഞു വിട്ട യാത്രയിൽ കാറ്റടിക്കാൻ പാടില്ല. കാരണം വിട്ടതാരാ? യേശുവാ. എന്നാൽ ആ തൊട്ട് മുകളിലത്തെ പാരഗ്രാഫ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവത്തിൽ ശിഷ്യന്മാരുടെ ആ മനോഭാവം എന്ന് പറയുന്നത് യോഗം നേരത്തെ നിർത്തണം. അവർ വന്നിച്ച് പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഇത് മരുഭൂമിയല്ലോ, നേരം വൈകുന്നു, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം കൊള്ളേണ്ടതിന് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ യോഗം നിർത്ത്, യേശുവേ പ്രസംഗം മതി. ഇതാ അവർ പറഞ്ഞത്. യേശു പറഞ്ഞു വിടുന്നില്ല, ആഹാരം ഇവിടെ കൊടുക്കും. ഈ ആഹാരം കൊടുത്ത് വിളമ്പിയതാരാ? ശിഷ്യന്മാരായിരിക്കും. യോഗം കഴിഞ്ഞ് പോകുന്നേരം ഈ ശിഷ്യന്മാർ ആ കൗണ്ടർ അല്ലെങ്കിൽ ആ ആൾക്കാർ പിരിഞ്ഞു പോകുന്നിടത്തൊക്കെ നിന്നേച്ച് പറഞ്ഞു കാണും, എങ്ങനെ ഉണ്ടായിരുന്നു യോഗം? ഒക്കെ പറഞ്ഞു നല്ല യോഗമാണ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ യോഗത്തിന് വന്നാൽ ഇങ്ങനെ, നാളെയും വരണം കേട്ടോ, അടുത്ത യോഗം ഇന്നടത്താ. ഇത് പറഞ്ഞേച്ച് ഇവരിപ്പം ഈ ക്രെഡിറ്റ് മുഴുവൻ, മഹത്വം മുഴുവൻ ഇപ്പം ആരെടുക്കുക? അല്പം മുമ്പ് ഇവർ പറഞ്ഞാൽ എന്തുവാ? വീട്ടിൽ പോയി വല്ലതും കഴിക്കട്ടെന്നേ, യോഗം നിർത്ത്. ഇപ്പം ഞങ്ങൾ കൊടുത്ത മട്ടിൽ, കാരണം വിളമ്പിയതാരാ? ശിഷ്യന്മാരാ വിളമ്പിയത്. ഇവർ ജനത്തിൻ്റെ മുമ്പിൽ വന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെ ചെയ്യും. ഫിലിപ്പോസ് പറഞ്ഞ, അന്ത്രയോസ് പറഞ്ഞു കാണും, ഞാനൊരു കറക്കം കറങ്ങിയപ്പം കണ്ടൊരു കൊച്ചൻ്റെ അപ്പം. അപ്പം പത്രോസ് പറഞ്ഞു കാണും, ഞാനാ അത് മേടിച്ച് ആരുടെ കൊടുത്ത്? അപ്പം മഹത്വം മുഴുവൻ ഇപ്പം ആർക്കാ? യേശു പറഞ്ഞു, എടാ പെട്ടെന്ന് പോ, ഇവിടെ നിൽക്കണ്ട. ഇവർക്ക് അവിടുന്ന് പോകാൻ മനസ്സില്ല. കാരണം ഈ 5000 പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, ഈ വലിയ ജനസമൂഹത്തോട് അവർ ചെയ്ത എന്തോ വലിയ സംഭവങ്ങൾ വിവരിക്കാൻ ആഗ്രഹത്തോടെ നിന്നപ്പം യേശു കർത്താവ് വന്നേച്ച്, എൻ്റെ ഭാഷയിൽ, എൻ്റെ ഭാവനയെ ഞാൻ കാണുന്നതാണ്, ഈ 12 പേരെ ഓരോരുത്തരും തോളത്തിട്ട് വെച്ച് പറഞ്ഞു, പെട്ടെന്ന് പോ. ഇവർ പറഞ്ഞാണ്, യേശുവേ ആൾക്കാർ പൊക്കോട്ടെന്നേ, അത് ഞാൻ പറഞ്ഞു വിട്ടോളാം, നിന്നോട് പോകാനില്ലേ പറഞ്ഞ്. ഈ 12 പേര് ഈ പടകിൽ കയറിയപ്പോൾ ഇവരുടെ മനോഭാവം എന്തുവാ? ഇനി നിങ്ങൾ പറ. ഒരു 10 മിനിറ്റ് കൂടെ അവിടെ നിൽക്കാമെന്ന് കണ്ടപ്പോൾ യേശു സമ്മതിക്കത്തില്ല. എന്നാ പരിപാടിയാണ്? കാരണം ഇത്രയും പേരെ നമുക്കൊന്നിച്ച് കിട്ടിയതാണ്. നാളെയും അവരെയൊക്കെ യോഗത്തിന് വിളിക്കാമെന്ന് കണ്ട നമ്മൾ. പക്ഷേ യേശു എന്ത് ചെയ്താലും ഈ യാത്ര മുഴുവൻ, എൻ്റെ ഭാവന പറയുക, വേദപുസ്തകത്തിൽ അങ്ങനെയില്ല. നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളുടെ ചിന്തിച്ചോ, യേശുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. സ്തോത്രം പറഞ്ഞുകൊണ്ടാണോ പോകുന്നത്? എനിക്ക് കിട്ടേണ്ടതൊക്കെ യേശു എന്തോ ചെയ്തു? ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെയാണോ യേശു? വലിയ ഗുരുവാണെന്നാണ് പറയുന്നത്. ശിഷ്യന്മാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ? ശിഷ്യന്മാരെ അതുകൊണ്ട് അവിടെ നിർത്താതെ ഇവരുടെ സംസാരം അതായിരിക്കും. കാറ്റടിച്ചതിൻ്റെ കാരണം എന്നാ? ഇത് തന്നെയാണ്. വേറെ ചിന്ത നിങ്ങൾക്ക് കിട്ടുന്നത് എടുത്തോ, എനിക്ക് തന്ന ചിന്ത ഞാൻ പറയുന്നത്. സമുദ്രത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഓർത്തോണം, നിർബന്ധിച്ച് അക്കരയ്ക്ക് വിട്ടത് ആരാ? യേശു വിളിച്ചിട്ടല്ലേ വന്നത്? യേശു ആ നിർബന്ധിച്ച് എന്നെ വിട്ടതെങ്കിൽ യേശുവിനെ കുറ്റം പറയല്ലേ? സമുദ്രത്തിൽ വ്യാപരിക്കുന്ന ചില ശക്തിയുണ്ട്. എന്നോട് പറഞ്ഞോട്ടെ, കുറ്റം പറയുന്ന ശക്തി, അല്ല, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റുണ്ട്, ഒരാത്മാവുണ്ട്. അത് ചിലപ്പം കാറ്റടുപ്പിക്കും, തിരമാലകളെ ഉയർത്തും, അത് ഇല്ലാതാക്കാൻ ശ്രമിക്കും. പക്ഷെങ്കിൽ എൻ്റെ ദൈവത്തിന്, യേശുവിന് എന്നോട് കരുണയുള്ളത് കൊണ്ട് 4-ാം യാമത്തിലെങ്കിലും യേശു എൻ്റെ അടുക്കലേക്ക് വരുന്നത് ഞാൻ ഇല്ലാതാകാതിരിക്കാനാണ്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ.
ഇന്ന് പകൽ ദൈവമക്കളെ ആത്മാവിൽ ആ ദൂത് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞോട്ട്, നിന്റെ ജീവിതയാത്രയിൽ നിനക്ക് വേണ്ടതെല്ലാം തന്ന ദൈവം നിനക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ചെയ്താൽ അതിനെതിരെ സംസാരിക്കരുത്, കുറ്റം പറയരുത്, ദൈവത്തെ പരിഹസിക്കരുത്, ദൈവത്തെക്കുറിച്ച് വേണ്ടാത്തത് പറയാതെ എന്തിനും സ്തോത്രം ചെയ്യാൻ തയ്യാറാകാമോ? ദൈവം അതാ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവത്തോട് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ യാത്രയിൽ ചിലപ്പോൾ ഞങ്ങളറിയാതെ ദൈവത്തിനെതിരെ സംസാരിച്ചു പോയിട്ടുണ്ട്, ദൈവത്തിനെതിരെ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്, ക്ഷമിക്കണം കർത്താവേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഇല്ല എങ്കിൽ ഈ സമുദ്രത്തിന്മേൽ കാറ്റ് ചിലപ്പോൾ അടിച്ചെന്നിരിക്കും. എൻ്റെ പടക് മുങ്ങുമെന്ന് എനിക്ക് തോന്നും, പക്ഷെ എന്നെ മുക്കാനല്ല നിർബന്ധിച്ച് പറഞ്ഞു വിട്ട ദൈവം പാതി വഴിയിൽ മുങ്ങാൻ അനുവദിക്കത്തില്ല. എന്നെ ലക്ഷ്യത്തിലെത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആ വിശ്വാസത്തോടെ പറയണം, കർത്താവേ, കാറ്റടിക്കാതിരിക്കാൻ എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കാൻ ഉള്ള കൃപ എനിക്ക് തരണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞാനൊരു ഭാഗം കൂടെ ഉറപ്പിക്കാം. മലാഖിയുടെ പ്രവചനത്തിലേക്ക് ഒന്ന് വന്നാട്ട് നമ്മൾ ബുധനാഴ്ചകളിൽ ആ ഭാഗം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുധനാഴ്ച പ്രാർത്ഥനയിൽ ആ ഭാഗം ഞാൻ കൂടുതൽ വിശദീകരിക്കാം. എങ്കിലും ഒരു വാക്ക് ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇത് വായിച്ചേ. ആ ആ മതി. അങ്ങനെയെങ്കിൽ ഇവർ പറഞ്ഞ വാക്കുകൾ അവിടെ എഴുതിയിരിക്കുന്നത് 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് കർത്താവ് പറയുന്ന ഭാഗം എന്തുവാ? നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ എന്താ ഈ അതികഠിനമായ വാക്ക്? വളരെ ഗൗരവത്തോടെ നമ്മൾ ഓർക്കണം, ദൈവത്തിനെതിരെ അസഭ്യം പറയുന്നില്ല, ദൈവത്തെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്നില്ല, ദൈവത്തെ നല്ലവനെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ വാക്ക് ദൈവത്തിന് നേരെ അതികഠിനമാകുന്നത് എപ്പോഴാണ്? ആ വാക്യം ഒന്നുകൂടെ വായിച്ചോളൂ, താഴോട്ട് വായിച്ചോ. അവർ ചോദിക്കുവാണ്, അന്നേരം അവരുടെ ചോദ്യമാണ്. ദൈവം പറയുകയാണ്, നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ കർത്താവേ, ഞാൻ എന്തോ അതികഠിനമായ വാക്ക് പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ലോ, ഈ മലാഖിയുടെ പുസ്തകം നമ്മൾ വായിച്ചാൽ ചോദ്യോത്തരമുണ്ട്, ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ഉത്തരം ദൈവം കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഒത്തിരി ചോദ്യമുണ്ട്, നമുക്കും ഒത്തിരി ചോദ്യങ്ങളൊക്കെ കാണും. ദൈവത്തോടങ്ങ് ചോദിക്കണം. അവിടെ ഇവിടെ നടന്ന് ചോദിക്കാതെ സംശയം വന്ന ദൈവത്തോടങ്ങ് നേരിട്ട് ചോദിര്. കറക്റ്റ് ആൻസർ കർത്താവ് തരത്തില്ലേ? കർത്താവേ, എന്തുകൊണ്ടാണ്, എന്തിനാ, ഇതൊക്കെ ദൈവത്തോടങ്ങ് ചോദിച്ചോ, ദൈവം മറുപടി തരും. ദൈവത്തോട് ഇവർ ചോദിക്കുക, കർത്താവേ, ഏത് വാക്കാ ഞാൻ കഠിന വാക്ക് പറഞ്ഞത്? അങ്ങയെ വേദനിപ്പിച്ച ഏത് വാക്കാ എന്നിൽ നിന്നുണ്ടായ? ദൈവത്തിൻ്റെ മറുപടി ചോദിച്ചോ. അവർ പറയുകയാണ്, ഞങ്ങൾ യോഗത്തിന് പോകുന്നതൊക്കെ വെറുതെയാ, കൂട്ടായ്മയ്ക്ക് പോയിട്ട് വലിയ കാര്യമൊന്നും, ഇത് കഠിന വാക്കാ. അതല്ലേ അവർ ചോദിച്ചോളൂ. വായിച്ചു വിട്ടോ. ഞങ്ങൾ അവൻ്റെ കാര്യം വീട്ടിലെ പണിയെല്ലാം വിട്ടിട്ട് ഞങ്ങൾ യോഗത്തിന് പോയിട്ടും എന്ന് പറഞ്ഞാൽ ഉപവാസത്തോടുകൂടെയുള്ള നടപ്പ്, അല്ലെങ്കിൽ ദുഃഖത്തോട് വേദനയോടെ ദൈവസന്നിധി വന്ന് ഉപവസിക്കുന്നത്. അവർ പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഈ വാക്ക് ദൈവത്തിന് കഠിനമായി പോയി. ഞങ്ങൾ യോഗത്തിന് പോകുന്നു, ഞങ്ങൾ വീട്ടിലെ കാര്യമെല്ലാം മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ വേഗത്തിൽ തീർത്തിട്ട് കൂട്ടായ്മയ്ക്ക് കടന്നു പോകുന്നു, ഉപവസിക്കുന്നു, ഒരു വിശേഷവുമില്ല. മനസ്സിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു കർത്താവ് പറയുകയാണ്, നീ പറഞ്ഞത്, നീ ചിന്തിച്ചത് കഠിനമായ കാര്യങ്ങളാണ്. അടുത്ത വാക്ക് അടുത്തോടെ വായിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഗൗരവം മനസ്സിലാകുന്നത്. അവർ പറയുകയാണ്, അഹങ്കാരി, അവരാ മിടുക്കര്, യോഗത്തിനൊന്നും വരാത്തവര്, പ്രാർത്ഥിക്കാത്തവര്, ആരാധിക്കാത്തവര്, അവരാ കൊള്ളാവുന്നവര്, ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. മതി. അവർ പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. രണ്ട് കാര്യം അവർ പറഞ്ഞു. ഒന്ന്, ഞങ്ങൾ ആത്മീയരായിട്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല. രണ്ട്, ദൈവത്തെ വിളിക്കാതെ തോന്നിയ വഴിക്കൊണ്ട് നടക്കുന്നവൻ ഒരു കുഴപ്പവുമില്ല. ഈ വാക്ക് കഠിന വാക്കാണ്.
ഞാനൊന്നുകൂടെ പറഞ്ഞോട്ടെ, എപ്പോഴെങ്കിലും പുറമേ പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും ഇങ്ങനൊരു ചിന്ത വന്നെങ്കിൽ എൻ്റെ മനസ്സ് വായിക്കുന്ന ദൈവം പറയുകയാണ്, നീ കഠിനവാക്ക് പറയുക. യെസ്, ഹല്ലേലൂയ. ഈ കഠിനവാക്ക് ഉച്ചരിച്ചാൽ, എൻ്റെ നാവിലൂടെ, എൻ്റെ ഹൃദയത്തിലൂടെ കഠിനവാക്ക് വന്നാൽ എൻ്റെ സമുദ്രയാത്രയിൽ കാറ്റടിക്കാനുള്ള സാധ്യതകളുണ്ട്. എല്ലാ കാറ്റും പിശാച് കൊണ്ടുവരുന്നതല്ല, പിശാചാൻ ദൈവം അനുവദിച്ചിട്ടടിക്കുന്നതുണ്ട്. തിരിച്ചറിയണം. കഠിനവാക്ക് പറയാൻ കർത്താവേ ഇടവരരുത്, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. യെസ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതും പ്രതീക്ഷിച്ച സമയത്ത് ലഭ്യമാകുന്നില്ല എന്ന് കരുതി കഠിനവാക്ക് പറയരുത്. ഇനിയും കൂട്ടായ്മയ്ക്കൊന്നും പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, പോയിട്ടെന്നാ കാര്യം? ഇല്ല, ഇത് കഠിനവാക്കാ. നമ്മൾ ദൈവത്തോടാണ് മത്സരിക്കുന്നത്. ദൈവത്തോട് പറ, കർത്താവേ ഞാൻ എന്തു വന്നാലും അങ്ങ് എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും, അങ്ങ് എന്നെ കർത്താവേ എൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും മറുപടി തന്നില്ലെങ്കിലും കർത്താവേ ഞാൻ അങ്ങയെ വിട്ടു പോകത്തില്ല, ഞാൻ അങ്ങയോടൊപ്പം നിൽക്കുമെന്ന് പറയുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന വാക്ക്. നമുക്ക് ദൈവസന്നിധിയിൽ അങ്ങനെയൊന്ന് പറയാം, കർത്താവേ കഠിനവാക്ക് പറയാൻ ഇടവരരുത്, ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടവരരുത്. ശിഷ്യന്മാർ ഗലീല കടലിലൂടെ യാത്ര ചെയ്തപ്പോൾ യേശുവിനെതിരെ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. കാറ്റടിച്ച് ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലേക്ക് വന്നത് എൻ്റെ ദൈവത്തിനെതിരെ എൻ്റെ വായിൽ നിന്നു, അഥവാ എൻ്റെ ചിന്തയിലൂടെ വന്ന ചില പ്രവർത്തികളോ ചിന്തകളോ ദൈവത്തിന് വിരുദ്ധമായി വന്നെങ്കിൽ എൻ്റെ പടകിന് നേരെ കാറ്റടിക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ സമുദ്രയാത്രയിൽ നിത്യത എന്ന തുറമുഖത്തെ ലാക്കാക്കി യാത്ര ചെയ്യുമ്പോൾ, കാറ്റടിക്കുമ്പോൾ തിരിച്ചറിയണം, ദൈവസന്നിധിയിൽ ഒന്ന് താഴുവാൻ വീഴുവാൻ തയ്യാറായി ദൈവത്തോട് ചോദിച്ച്, കർത്താവേ ഇതിൻ്റെ കാരണം എന്നാ? വ്യക്തമായി കർത്താവ് പറയും. ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ, അവിടെ ഇവിടെ ഓടി നടക്കണ്ട. നമുക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എന്തിനാ മറ്റൊരാളുടെ സഹായത്തിന് പോകുന്നത്? കൂട്ടായ പ്രാർത്ഥനയല്ല ഞാൻ പറഞ്ഞത്, കൂട്ടായി ഇരുന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് ദൈവത്തോട് നേരിട്ട് ചോദിക്കാം. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവം മറുപടി തന്നിരിക്കും. കാരണം ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ട്. എൻ്റെ കുറവ് കാണിച്ചു തരാൻ ദൈവം എന്നോടൊപ്പമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, മറ്റൊരു വ്യക്തിയോട് ചോദിച്ചാൽ ചിലപ്പം കുറവ് കാണിക്കണമെന്നില്ല. ഏറ്റവും അധികം സ്നേഹിക്കുന്നവർ മാത്രമേ നിങ്ങളുടെ കുറവ് കാണിച്ചു തരത്തുള്ളൂ. എന്നെ ഏറ്റവും സ്നേഹിക്കുന്നത് എൻ്റെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവസന്നിധി ചെന്നാൽ ദൈവം എനിക്ക് കാണിച്ചു തരും, എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കർത്താവ് ഒരുക്കി തരും. അടുത്ത ഭാഗം കൂടെ പറഞ്ഞാൽ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം കൂടെ ഒന്ന് വന്നായിട്ട് വായിച്ചാട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം പ്രാരംഭത്തിലൊന്ന് വായിച്ചു. പടകിൽ തിര തള്ളിക്കയറിയത് കൊണ്ട് മതി. ആ ചരിത്രം നമുക്കറിയാം, ഞാൻ വിശദീകരിക്കാതെ തന്നെ പെട്ടെന്ന് അങ്ങ് മുന്നോട്ട് പോകാം. യേശു കർത്താവും ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ യാത്ര, പടകിലെ യാത്ര. ഈ യാത്രയിലും കാറ്റടിച്ചു. യേശു ഉറങ്ങുകയായിരുന്നു. അവിടെ പ്രത്യേക പദം നമ്മൾ വായിച്ചല്ലോ, അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഈ രണ്ടും കടൽ യാത്രയാണ്, ഗലീല കടലിലൂടെയുള്ള യാത്രയാണ്. മത്തായി സുവിശേഷത്തിൽ നമ്മൾ കണ്ട യാത്രയിൽ ശിഷ്യന്മാർ 12 പേർ തനിയെയുള്ള യാത്ര, യേശു ഇല്ലാത്ത യാത്ര. എന്നാൽ മർക്കോസ് 4-ൽ കാണുന്ന യാത്ര യേശു ഉള്ള യാത്ര. ഒരുപക്ഷെ അതിനെ അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ആദ്യത്തെ യാത്രയിൽ യേശു ഇല്ലാഞ്ഞിട്ടാണ് കാറ്റടിച്ചത്. അല്ല, ഞാൻ അതിൻ്റെ വിശദീകരണം തന്നത് ദൈവമക്കളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. യേശു ഇല്ലാഞ്ഞത് നിമിത്തമല്ല കാറ്റ്, യേശു നിർബന്ധിച്ച് പറഞ്ഞു വിട്ടപ്പോൾ ഈ പടകിലെ യാത്രയെക്കുറിച്ച് യേശുവിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഓർക്കണം, യാത്രയിൽ യേശുവിനെ കാണുന്നില്ലെങ്കിലും യേശു കൂടില്ലെന്ന് തോന്നുന്നെങ്കിലും പറഞ്ഞു വിട്ടതാരാ? യേശുവാണെങ്കിൽ ഉത്തരവാദിത്വം യേശുവിനുണ്ട്. എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ പോയത്, യേശു വിട്ടെങ്കിൽ യേശുവിന് ഉത്തരവാദിത്വമുണ്ട്. അവിടെ കാറ്റടിച്ചു. ഈ യാത്ര അല്പം കൂടെ നമ്മൾ ചിന്തിക്കുമ്പം യേശു ഉള്ള യാത്രയാണ്, അവിടെയും കാറ്റ്. അവിടെ കാറ്റടിച്ചതിൻ്റെ കാരണങ്ങളിലൊന്ന് അവിടെ വായിക്കുന്നതിനാണ്, അവൻ അമരത്ത് തലയണ വെച്ച് യേശു ഉറങ്ങുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ, ശിഷ്യന്മാർ യേശുവിനെ ഉറക്കി.
ഒരു കോട്ടേഴ്സ് മീറ്റിംഗ് ഞാൻ ആ ഭാഗം ഓർപ്പിച്ചതാണ്. യേശു ഉറങ്ങിയതിൻ്റെ 3 കാരണങ്ങൾ ഇന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു സംഭവം പറഞ്ഞ് ഈ വിഷയത്തിലേക്കൊന്ന് കയറി വരാം. യേശു ഉറങ്ങിയതിൻ്റെ കാരണം, ഈ യാത്രയിൽ യേശുവും ശിഷ്യന്മാരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്ത യാത്രയിൽ യേശുവിന് ആ യാത്ര ബോറടിച്ചു. അതുകൊണ്ടാണ് യേശു ഉറങ്ങി. ഞാൻ പറഞ്ഞിട്ട്, നിങ്ങൾക്കിഷ്ടമുള്ളൊരു സബ്ജക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഉറങ്ങുമോ? ഇല്ല. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല, നിങ്ങൾക്ക് അറിയത്തുമില്ല. നിങ്ങളൊരു 4-5 പേര് കൂടി ഇരുന്ന് സംസാരിക്കുന്നത് വെച്ചോ, ആരുടെയോ കാര്യം പറയുക, അത് കൂട്ടത്തിൽ ഒരാൾക്ക് ആ ആളിനെ അറിയത്തുമില്ല, ഇത് കേൾക്കാനോട്ട് ഇഷ്ടവുമില്ല. കുറേ കഴിയുമ്പോൾ എന്തോ സംഭവിക്കും? ഉറങ്ങിപ്പോവും. നാച്ചുറൽ. കാരണം അവർക്ക് ആ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചരിത്രമാണെന്ന് വെച്ചോ, അവരുടെ വീട്ടുകാരെ, നാട്ടുകാരെ, അന്നത്തെ പണ്ടത്തേതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ നമുക്കിതേക്കുറിച്ച് ഒരു വിവരവുമില്ല, നമുക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അറിയാതെ കണ്ണടഞ്ഞു പോകും. അപ്പോൾ യേശു ഉറങ്ങിയതിൻ്റെ കാരണം എന്നാ? ഈ യാത്രയിൽ യേശുവുമായി ബന്ധമില്ലാത്ത എന്തൊക്കെയോ അവർ പറഞ്ഞു. യേശു പടകിലുണ്ട്. നമുക്കറിയാമല്ലോ, ഈ ശിഷ്യന്മാരിൽ 7 പേര് മുക്കുവര, 12 ശിഷ്യന്മാരുണ്ട്, മറ്റു ജോലിക്കാരുണ്ട്. നമുക്കറിയാമല്ലോ, ടാക്സ് കളക്ടേഴ്സുണ്ട്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു യേശുവിൻ്റെ കൂടെ ഉണ്ട്. ചിലർ പറയും എല്ലാം മുക്കവന്മാരോ വിവരമില്ലാത്തവന്മാരാണ്. അല്ല, വേദോസം ശരിക്കും പഠിച്ചാൽ 7 പേര് മുക്കവര, ബാക്കിയുള്ളവരൊക്കെ നല്ല ഹൈലി ക്വാളിഫൈഡാണ്. ടാക്സ് കളക്ടേഴ്സുണ്ട്. ഇനിയും യൂദായെ കണക്കറിയാവുന്നതുകൊണ്ടല്ലേ കണക്ക് വെപ്പിച്ചേ? വിവരമില്ലാത്തവനെ കൊണ്ട് കണക്ക് വെപ്പിക്കുമോ? അപ്പം യൂദായും എഡ്യൂക്കേറ്റഡാണ്. അങ്ങനെ പലരും അതിനകത്തുണ്ട്. എനിവേ 7 പേര് മുഖവന്മാരാണ്. ഈ യാത്രയിൽ ഇവർ പറഞ്ഞു കാണും, എടാ ഓർക്കുന്നോ, പണ്ട് നമ്മളൊന്ന് യാത്ര ചെയ്തപ്പോൾ അന്ന് വള്ളവും കൊണ്ട് ഇറങ്ങിയപ്പോൾ എന്നോ മീനായിരുന്നു. അന്ന് മാനസാന്തരപ്പെട്ടിട്ടൊന്നുമില്ല. എടാ ഇത് കൊണ്ട് വിറ്റേച്ച് അന്നത്തെ ആഘോഷം ഒന്നും. അല്പം മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ആഘോഷമല്ലേ? മാനസാന്തരപ്പെടുന്നതിന് മുമ്പാ. ഈ കഥകളൊക്കെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എടാ ഇത് കേട്ടോണ്ട് ഞാൻ എന്തിരിക്കുന്നത്? ഇവൻ്റെ പഴയ ചരിത്രം, യേശു ഇല്ലാത്ത ചരിത്രം, യേശുവിനെ കൂടാതുള്ള ജീവിതം, ഇങ്ങനെ യേശുവിന് ഇഷ്ടമല്ലാത്ത, യേശുവിന് വേണ്ടാത്ത പലതും പറഞ്ഞപ്പോൾ യേശു അവിടെ ഉറങ്ങിപ്പോയി. അത്രയുള്ള സംഭവം നമ്മൾ വ്യക്തമായിട്ട് ഓർക്കണം. പല കുടുംബങ്ങളിലും യേശു ഉറങ്ങുന്നെങ്കിൽ ഇനി അവരവരുടെ കുടുംബത്തെ അവരവരൊന്ന് നോക്കിക്കോണം. എൻ്റെ കുടുംബത്തിൽ യേശു ഉറങ്ങുന്നെങ്കിൽ കാരണം ഇത്രയേ ഉള്ളൂ, യേശുവിന് ഇഷ്ടമില്ലാത്തത് അവിടെ നടക്കുന്നത്. യേശുവിനെ ഞാൻ ആക്റ്റീവാക്കണം, സജീവമാക്കണം. യേശുവിനോട് എനിക്ക് ചോദിക്കത്തില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ യാത്രയിൽ ഈ ശിഷ്യന്മാർ തനിയെയാണ് ഉള്ളത്. പലയിടത്തും യേശു ശിഷ്യന്മാരെ ഒറ്റയ്ക്ക് വിളിച്ചിരുത്തി കാര്യങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുവിനെ ഇവർക്ക് കിട്ടിയത് അല്ലെങ്കിൽ ലഭ്യമാകാതെ അധിക നാളത്തേക്കൊന്നുമില്ല. നമുക്കറിയാമല്ലോ, ഏതാണ്ട് 3.5 വർഷമാണ് യേശുവും ശിഷ്യന്മാരും കൂടി ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ 3.5 വർഷം കൊണ്ട് യേശുവിൽ നിന്ന് നേടാവുന്നതിൻ്റെ മാക്സിമം നേടാനായിരുന്നു ഇവർ ശ്രമിക്കേണ്ടത്. ഇവരതിന് പകരം അതും ഇതും പറയാൻ പോയപ്പോൾ യേശു തീരുമാനിച്ചു, ഇനി അവരെന്തേലും പറയട്ടെ, ഞാൻ ഇതിനകത്ത് ഇടപെടണ്ട. എന്നെ അവർക്ക് ഇതിനകത്ത് ഇടപെടുത്താൻ ആഗ്രഹമില്ലെങ്കിൽ ഞാൻ അല്പസമയം ഒന്ന് ഉറങ്ങിയേക്കാം. യേശു ഉറങ്ങിയോ എനിക്കറിഞ്ഞുകൂടാ. എന്താണേലും ഉറക്കം ഭാവിച്ചാണെങ്കിലും യേശു കിടക്കുക, അമരത്വ തലയണ വെച്ച് യേശു ഉറങ്ങുക. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തമായി ദൈവമക്കളെ തിരിച്ചു പറഞ്ഞോണം, യേശുവേ എൻ്റെ കുടുംബത്തിൽ അങ്ങ് ഉറങ്ങല്ലേ യേശുവേ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, യേശുവിനെ ഉറക്കരുത്. യേശു ഉറങ്ങിയാൽ കാറ്റടിക്കും, നശിച്ചു പോകും എന്ന് തോന്നുന്ന രീതിയിൽ കാറ്റടിക്കും. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഗുരോ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായി, നശിക്കാൻ പോവുക. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, യേശു ഉറങ്ങിയതാ. ഇന്ന് പകൽ ദൈവമക്കളെ ആത്മാവിൽ അതൂത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, നമ്മുടെ ജീവിതമാകുന്ന പടകിൽ, നിങ്ങളുടെ കുടുംബമാകുന്ന പടകിൽ യേശുവിനെ ഉറങ്ങാൻ അനുവദിക്കരുത്. യേശുവിനോടൊന്ന് സംസാരിക്കുക, യേശു നിങ്ങളോട് സംസാരിക്കും. യെസ്, ഹല്ലേലൂയ. യേശുവിനോട് എന്തെങ്കിലുമൊക്കെ ചോദ്യര്, യേശുവിന് സംസാരിക്കാൻ ഇഷ്ടമുണ്ട്. കൃപ, ദൈവകൃപ. എൻ്റെ ആവശ്യം മാത്രം പറയാനല്ല യേശു, എൻ്റെ പ്രശ്നത്തിൻ്റെ സമയത്ത് മാത്രം ഓടിച്ചെല്ലാനുള്ള വ്യക്തിയല്ല യേശു. പലപ്പോഴും വിഷയത്തിന് നടുവിലായിരിക്കും ഓടിച്ചെന്ന് സഹായിക്കണമേ, രക്ഷിക്കണമേ. അല്ല, അതിന് മാത്രമല്ല യേശു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും യേശുവിനോട് സംസാരിക്കാം.
യേശുവിനോട് എന്തും ചോദിക്കാം. നിനക്കറിയാൻ മേലാത്ത കാര്യങ്ങളൊക്കെ യേശുവിനോട് ചോദിക്കാം. ആ തിരുവായി മൊഴിഞ്ഞ യേശു ചിലതൊക്കെ പറയുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. കൃപ, ദൈവകൃപ. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. യേശുവിനോട് സംസാരിക്കാറുണ്ടോ? യേശുവിനോട് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞോട്ടെ, നീ ഒരു വാക്ക് ചോദിച്ചാൽ യേശു 10 വാക്ക് ഇങ്ങോട്ട് പറയും. നിന്റെ ഭാവിയെക്കുറിച്ച് യേശു പറയും, നിന്റെ തലമുറയെക്കുറിച്ച് യേശു പറയും, നിന്റെ കുടുംബത്തിൽ നീ കറക്റ്റ് ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ച് യേശു പറയും. യേശുവിനോട് ഇടയ്ക്കിടയ്ക്ക് വല്ലതൊക്കെ ഒന്ന് ചോദിച്ചുകൊണ്ടിരി. യേശു ഉറങ്ങരുത്. യേശു എൻ്റെ കുടുംബത്തിൽ ഉറങ്ങിയാൽ കാറ്റടിക്കും. സമുദ്രയാത്രയിൽ കാറ്റടിച്ചാൽ ഞാൻ ഭയപ്പെട്ടു പോകും. നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ എന്ന് പോലും ചോദിക്കത്തക്ക രീതിയിൽ എൻ്റെ വായിൽ നിന്ന് അവിവേകത്തിൻ്റെ വാക്ക് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങേ ഉറങ്ങാൻ ഞാൻ അനുവദിക്കത്തില്ല. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് അങ്ങനെയൊന്ന് ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അക്കരെ എത്തുവോളം, നിത്യതയുടെ തുറമുഖത്തെത്തുവോളം, ഞാൻ ലക്ഷ്യത്തിലെത്തുവോളം എൻ്റെ പടകിൽ അങ്ങുണ്ട് കർത്താവേ, എൻ്റെ കുടുംബത്തിൽ അങ്ങുണ്ട് കർത്താവേ, ഞാനത് തിരിച്ചറിയുന്നുണ്ട് കർത്താവേ. എന്നാൽ കാറ്റടിച്ചത് അങ്ങ് ഉറങ്ങിയത് നിമിത്തമാ കർത്താവേ. ഇനി മേലാലെങ്കിലും അങ്ങേ ഉറക്കാതെ നോക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവത്തോടൊന്ന് സംസാരിച്ചാൽ മതി. ദൈവം ഉറങ്ങത്തില്ല. ദൈവത്തിന് നിങ്ങളോട് ഒത്തിരി കാര്യം പറയാനുണ്ട്. കൃപ, ദൈവകൃപ. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിച്ചോട്ടെ. സങ്കീർത്തനത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് മടങ്ങി വരാമോ? അവിടെ ഒരു പ്രത്യേക പദം നമ്മൾ വായിച്ചല്ലോ. തങ്ങളുടെ കഷ്ടതയിൽ, ആ വാക്യം വായിച്ചോ? അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. മതി. ഈ കഷ്ടത വരുമ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാ. യഹോവയോട് കാറ്റടിച്ചേക്കാം, അതെൻ്റെ അവിവേകം കൊണ്ടാണ്. എൻ്റെ അവിവേകം കൊണ്ട് ദൈവത്തെ കുറ്റം പറഞ്ഞേക്കാം. എൻ്റെ അവിവേകം കൊണ്ട് യോന ചെയ്തതുപോലെ ദൈവത്തോട് കോപിച്ചേക്കാം. ഇത് നിമിത്തം വരുന്ന കഷ്ടതയിൽ വീണ്ടും ഹൃദയം കഠിനപ്പെടാതെ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. 28-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. വായിച്ചോളൂ. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. വായിച്ചോടത്തെ വാക്യങ്ങൾ വായിച്ചങ്ങ് വിട്ടരെ. ആ ആ 29 വെച്ച് അവൻ കൊടുങ്കാറ്റിന് മതി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളാരും പൂർണ്ണരല്ല. ഒത്തിരി അവിവേകമൊക്കെ നമുക്കുണ്ടാകാം. യോന ദൈവത്തിൻ്റെ അരുളപ്പാടൊക്കെ ഉണ്ടെങ്കിലും അവിവേകം കാണിച്ചു, ദൈവത്തോട് കോപിച്ചു. പക്ഷെങ്കിൽ ദൈവം അവനോട് ക്ഷമിച്ചു. അവനെ ശരിയായ മാനസാന്തരത്തിലേക്ക് ദൈവം നയിച്ചു. മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്നു കൊണ്ട് അയ്യം വിളിച്ചപ്പോൾ ദൈവം അവനെ രക്ഷിച്ചു. എന്നിട്ടും നിനവേൽ വന്ന് താൻ വീണ്ടും ദൈവത്തോട് കോപിക്കുന്നു. അവസാനം ദൈവം അവന് കൊടുത്ത മാനസാന്തരം വളരെ വലുതായിരുന്നു. 1,20,000 നാശമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ മാനസാന്തരമാണെന്ന് പറഞ്ഞപ്പോൾ യോനായ്ക്ക് മാനസാന്തരമുണ്ടായി താൻ മടങ്ങി വന്നു. യെസ്, ഹല്ലേലൂയ. ഈ കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചു. ഗലീല കടലിലൂടെ യേശുവില്ലാതെ യാത്ര ചെയ്ത ശിഷ്യന്മാർ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് അത്തരമാലകളെ ശാന്തമാക്കിയെങ്കിൽ, വീണ്ടും യേശു ഒത്തുള്ള യാത്രയിൽ പോലും യേശു ഉറങ്ങി യേശു ഉണർന്നപ്പോൾ കടലിനെ ശാന്തമാക്കിയെങ്കിൽ, ഇന്ന് പകൽ ദൈവമക്കളെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കാമോ? ആ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. എല്ലാവരും ഒന്ന് വേദപുസ്തകം എടുത്താട്ടെ. നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ്. 28 മുതലുള്ള വാക്യങ്ങൾ ദയവായി കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് എടുത്തേ. കഷ്ടതയുടെ നടുവിൽ ചെയ്യേണ്ട കാര്യം വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. മനം കടുക്കുകയല്ല, ഹൃദയത്തെ ഒന്നുകൂടെ കട്ടിപ്പിടിപ്പിക്കുകയല്ല. ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യേണ്ടത് കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കുക എന്നുള്ളത്. വായിച്ചോളൂ, ചേർന്ന് വായിക്കാം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി. ഒരു മിനിറ്റ് നിർത്തണേ. കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചാൽ ദൈവം കൊടുങ്കാറ്റിനെ ശാന്തമാക്കും.
തിരമാലകളെ ദൈവം അടക്കും. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അടുത്തത്, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു. മനസ്സിലൊത്തിരി ആഗ്രഹങ്ങളുണ്ട്, പ്ലാനുകളുണ്ട്. കുഞ്ഞുങ്ങൾക്കുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്കുണ്ട്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒത്തിരി പ്ലാനുകളുണ്ട്. ആഗ്രഹിച്ച തുറമുഖത്തെത്തണമോ? നിലവിളിക്കാൻ തയ്യാറാകുക. ചില കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറാകുക. കുറ്റപ്പെടുത്തലിന് പകരം ദൈവസന്നിധിയിൽ താണു വീണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും കഷ്ടതയുടെ നടുവിൽ നിലവിളിക്കാനും തയ്യാറാകുമെങ്കിൽ ശാന്തത വരുത്തി ആഗ്രഹിച്ച തുറമുഖത്ത് കൊണ്ടെത്തിക്കും. അടുത്ത കാര്യം മറക്കരുത്. അടുത്ത വാക്കും കൂടെ നോക്കിച്ചോ. പലപ്പോഴും അവിടെ കൊണ്ടങ്ങ് അവസാനിക്കുക. നമ്മൾ ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, ആഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു. അവിടെയും സ്തോത്രം പറഞ്ഞോണം. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ദൈവമക്കളെ, ശാന്തത വന്നതുകൊണ്ട്, ആഗ്രഹിച്ച തുറമുഖത്തെത്തിയത് കൊണ്ട് അവിടെ വെച്ച് ദൈവത്തിന് ബൈ പറഞ്ഞേച്ച് പോകാനല്ല, അവിടെ നിന്നുകൊണ്ട് പറയണം, കർത്താവേ, അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾക്ക്, അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറവാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് പകൽ ദൈവമക്കളെ ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി പറവാൻ കഴിയും? കർത്താവേ, ചില താഴ്വരയിലൂടെ കടന്നു പോയിട്ടുണ്ട്, ചില തിരമാലകളുടെ നടുവിലൂടെ കടന്നു പോയിട്ടുണ്ട്. കർത്താവേ, അത്യന്തം ഭയപ്പെട്ട അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ലക്ഷ്യത്തിലെത്തുമോ എന്ന് ഭയപ്പെട്ട് ഭാരപ്പെട്ട അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവേ, ആഗ്രഹിച്ച തുറമുഖത്തെത്തിച്ച ദൈവമേ, അങ്ങേക്ക് നന്ദി പറവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറവാൻ മറക്കരുത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഞാൻ എൻ്റെ വാക്കുകൂടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ദൈവത്തോട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പലപ്പോഴും കൈവിട്ടുപോയി പാറിപ്പോകുന്നു, സമുദ്രത്തിൽ യാത്രയിൽ എങ്ങും എത്തിച്ചേരത്തില്ല എന്ന് ചിന്തിച്ച അനുഭവങ്ങളുണ്ട്. സമുദ്രത്തിലൂടെ ഓടിയപ്പോൾ കർത്താവേ, പലപ്പോഴും തിരമാലകൾ ശക്തമായിട്ടുണ്ട്. കഠിനമായ ലക്ഷ്യത്തിൽ ഞങ്ങൾ എത്തത്തില്ല, ആശ നഷ്ടപ്പെട്ട അനുഭവങ്ങളുണ്ട്. ജീവിതം പോലും തിരിച്ചു കിട്ടുമോ എന്ന് സംശയിച്ച അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടല്ലോ. യെസ്, ഹല്ലേലൂയ. ജീവിച്ചാൽ പോലും എന്തായി തീരും? കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. പലപ്പോഴും പല ചിന്തകൾ, ഭാരങ്ങൾ അലട്ടിയപ്പോൾ ആഗ്രഹിച്ച തുറമുഖത്തെത്തിച്ചൊരു ദൈവം എനിക്കുണ്ടെങ്കിൽ ഇന്ന് പകൽ പറയണം, കർത്താവേ, അവൻ മനുഷ്യപുത്രന്മാർ ചെയ്ത നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ എൻ്റെ നാവിനെ ഒന്ന് ബലപ്പെടുത്തണം കർത്താവേ. അതിനുവേണ്ടി ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ സമർപ്പണത്തോട് ദൈവകരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവിടെ വിരാമം കൊടുക്കട്ടെ. വലിയവനായ കർത്താവ് നമ്മളേവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.